വെൽക്കം ബാക്ക് എവ്രി വൺ. അപ്പോൾ ഇന്ന് നമ്മൾക്ക് സയൻസ് ആൻഡ് ടെക്നോളജി ന്യൂസ് ഒന്ന് റിവ്യൂ ചെയ്യാം. ഫസ്റ്റ് ന്യൂസ് എന്താണെന്ന് വെച്ചാൽ ഇന്ത്യൻ അസ്ട്രോണമേഴ്സ് ഒരു വളരെ റെയർ ആയിട്ടുള്ള അൾട്രാ കമ്പാക്ട് ബൈനറി സ്റ്റാർ സിസ്റ്റം കണ്ടുപിടിച്ചു. അപ്പോൾ സ്റ്റാർസ് ചിലപ്പോൾ സോളിറ്ററി ആണ്, ലൈക്ക് ആർ സൺ ഒരു സോളിറ്ററി സ്റ്റാർ ആവാം. പക്ഷെ പല സ്റ്റാർസും എക്സിസ്റ്റ് ചെയ്യുന്നത് ബൈനറി സിസ്റ്റംസ് ആയിട്ടാണ്. എന്ന് വെച്ചാൽ 2 സ്റ്റാർസ് പരസ്പരം റൊട്ടേറ്റ് ചെയ്യുന്ന ഒരു സിസ്റ്റത്തിന് നമ്മൾ ബൈനറി സിസ്റ്റം എന്നാണ് പറയാം. അപ്പോൾ ഈ കേസിൽ ഇതൊരു അൾട്രാ കമ്പാക്ട് ബൈനറി സ്റ്റാർ സിസ്റ്റം ആണ്. എന്ന് വെച്ചാൽ അതിലുള്ള 2 സ്റ്റാർസും വളരെ വളരെ അടുത്താണ് പരസ്പരം. ദേ ആർ വെരി ക്ലോസ് ടു ഈച്ച് അതർ. അത് മാത്രമല്ല ഈ സ്റ്റാർസ് സിമിലർ ടൈപ്പ് സ്റ്റാർസ് അല്ല, വളരെ ഡിഫറെൻ്റ് ആണ് ഇവരുടെ പ്രോപ്പർട്ടീസ്. എന്ന് വെച്ചാൽ ദ സിസ്റ്റം ഫീച്ചേഴ്സ് എ ബ്ലൂ സ്ട്രാഗ്ലർ സ്റ്റാർ located in a very tight ultra compact orbit with a rare brown dwarf companion often called a failed star. എന്ന് വെച്ചാൽ ഇതിൽ ഒരു ബ്ലൂ സ്റ്റാർ ഉണ്ട് വലുപ്പമുള്ളത്, അതിന്റെ വളരെ അടുത്ത് തന്നെ വേറൊരു ചെറിയ ഒരു റെഡ് ബ്രൗൺ ഡ്വാർഫ് ഉണ്ട്. അതൊരു പ്രോപ്പർ സ്റ്റാർ എന്ന് പറയാൻ പറ്റില്ല, അതൊരു ഫെയിൽഡ് സ്റ്റാർ ആണ്. അത് നമുക്ക് കാണാം എന്താണെന്ന്. അപ്പോൾ ഒരു ബ്ലൂ സ്റ്റാർ എന്താണ്? ഒരു ബ്ലൂ സ്റ്റാർ ഒരു വളരെ യങ്, വളരെ ഹോട്ട് ആയിട്ടുള്ള ഒരു സ്റ്റാർ ആണ്. ദാറ്റ് ഹാസ് വെരി ഹൈ സർഫേസ് ടെമ്പറേച്ചർ. എന്ന് വെച്ചാൽ സൺഡേ സർഫേസ് ടെമ്പറേച്ചർ ഒരു 6000 ഡിഗ്രീസിൻ്റെ അടുത്താണെങ്കിൽ ഒരു ബ്ലൂ സ്റ്റാർ ടെമ്പറേച്ചർ അതുകാടും വളരെ വളരെ കൂടുതലാവും. ചിലപ്പോൾ 20,000 അല്ലെങ്കിൽ 25,000 ഡിഗ്രി സെൽഷ്യസ് കാടും കൂടുതൽ ആവാം. അപ്പോൾ ഒരു സ്റ്റാർ ബ്ലൂ സ്റ്റാർ ആണ്. മറ്റേ ഒബ്ജക്റ്റ് ഒരു സ്റ്റാർ എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ഇത് നമ്മളുടെ സൺ ആണെങ്കിൽ, ഇഫ് ദിസ് ഈസ് ആർ സൺ, the sun is pretty big. ഒരു ലോ മാസ് സ്റ്റാർ സൺകാടും വളരെ വളരെ ചെറുതാണ്. ഒരു ബ്രൗൺ ഡ്വാർഫ് എന്ന് പറഞ്ഞാൽ അതിൽ അത്യാവശ്യത്തിന് ഒരു ഫ്യൂഷൻ ജനറേറ്റ് ചെയ്യാൻ ഉള്ള അത്ര ഹൈഡ്രോജൻ അതിൽ എക്സിസ്റ്റ് ചെയ്യണില്ല. എന്ന് വെച്ചാൽ ഈ സ്റ്റാർ സ്വന്തം ഗ്രാവിറ്റിയുടെ ത്രൂ ആണ് ഈ ഹൈഡ്രോജനെ കംപ്രസ് ചെയ്യുന്നത്. ആ കംപ്രഷൻ കൊണ്ടാണ് ഫ്യൂഷൻ ഉണ്ടാവുന്നത്. പക്ഷെ ഒരു പരിധിക്കാടും കുറവ് ഹൈഡ്രോജൻ ഫ്യൂൽ ഉണ്ടെങ്കിൽ അത് പ്രോപ്പർലി ഫ്യൂഷൻ ഉണ്ടാവാനായിട്ടുള്ള ഒരു കംപ്രഷനിലേക്ക് അത് എത്തില്ല. അത് കാരണം അത് പ്രോപ്പർ ആയിട്ടുള്ള ഒരു സ്റ്റാർ ആയിട്ട് മാറില്ല. അപ്പോൾ ജൂപ്പിറ്റർക്കാടും വലുപ്പമുള്ള ഒരു ഒബ്ജക്റ്റ് ആണ് ഈ ബ്രൗൺ ഡ്വാർഫ് എന്ന് പറയുന്നത്. പക്ഷെ ഒരു സ്റ്റാറിന്റെ അത്ര വലുപ്പം അതിനെ ഉണ്ടാവില്ല. സോ നമ്മളോട് ചോദിക്കുകയാണ് വാട്ട് ഇസ് എ ബ്രൗൺ ഡ്വാർഫ്? അപ്പോൾ ആൻസർ എന്താണ്? ഇറ്റ് ഈസ് എ ഹ്യൂജ് ബോൾ ഓഫ് ഗ്യാസ്. ഗ്യാസിന്റെ വലിയൊരു ഒരു കളക്ഷൻ ആണ്, മച്ച് ഹെവിയർ ദാൻ പ്ലാനറ്റ്സ് ലൈക്ക് ജൂപ്പിറ്റർ, ജനറേറ്റിംഗ് ഹീറ്റ് ഫ്രം ഗ്രാവിറ്റേഷണൽ കംപ്രഷൻ. അതിന്റെ സ്വന്തം ഗ്രാവിറ്റേഷൻ കാരണം തന്നെ അതിലത്തെ ഹൈഡ്രോജൻ കംപ്രസ് ആവുന്നുണ്ട്, ചൂടാവുന്നുണ്ട്. ബട്ട് നോട്ട് ഹോട്ട് ഇനഫ് ടു ഇനിഷ്യേറ്റ് സ്റ്റഡി ന്യൂക്ലിയർ ഫ്യൂഷൻ. പ്രോപ്പർ ആയിട്ടുള്ള ഒരു ന്യൂക്ലിയർ ഫ്യൂഷൻ റിയാക്ഷൻ ഉണ്ടാവാനായിട്ടുള്ള അത്ര അതിൽ ചൂട് ഡെവലപ്പ് ആവണില്ല. അത് കാരണം അത് പ്രോപ്പർ സ്റ്റാർ ആയിട്ട് അതിനെ മാറാൻ പറ്റില്ല. അത് കാരണമാണ് നമ്മൾ അതിനൊരു ബ്രൗൺ ഡ്വാർഫ് എന്ന് പറയുന്നത്. ഫർദർ ഒരു ന്യൂസ് നമുക്ക് ടെക്നോളജിയിലുള്ളതാണ്. IIT മണ്ടിയിലത്തെ എൻക്ലൈൻ ഗ്രൂപ്പ് ഒരു പുതിയൊരു ആപ്പ് ലോഞ്ച് ചെയ്തു. അതിന്റെ പേരാണ് വാട്ടർ ഷെഡ് AI എന്നാണ് ഈ ആപ്പിന്റെ പേര്. അതിന്റെ പർപ്പസ് എന്താണെന്ന് വെച്ചാൽ വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഹൈഡ്രോളജിക്കൽ മോഡലിങ്ങും ഡീപ്പ് ലേണിംഗ് ആൻഡ് ഡിഫറെന്റ് ലാംഗ്വേജസിലത്തെ AI എബിലിറ്റി ആണ് ഈ ആപ്പിൽ ഉള്ളത്. ഹൈഡ്രോളജി എന്താണ്? നമ്മളുടെ എർത്തിൽ വെള്ളത്തിന്റെ പ്രവാഹം എന്ന് വെച്ചാൽ റിവേഴ്സ് അല്ലെങ്കിൽ സീസ്, ഓഷ്യൻസ്, ലേക്സ്, ഇവരുടെ ഒക്കെ സ്റ്റഡിയാണ് നമ്മൾ ഹൈഡ്രോളജിക്കൽ സയൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ വെള്ളത്തിന്റെ മൂവ്മെന്റ് നമ്മൾ മോഡൽ ചെയ്യുന്നതിനാണ് നമ്മൾ ഹൈഡ്രോളജിക്കൽ മോഡലിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ പർപ്പസ് എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ലോക്കൽ അഡ്മിനിസ്ട്രേറ്റീവ് ബോഡീസും ഫാർമേഴ്സിനെയും സമയാസമയം പ്രോപ്പർ ആയിട്ടുള്ള ക്ലൈമറ്റും വാട്ടർ റിസോഴ്സ് ഇൻഫർമേഷൻ കൊടുക്കാനായിട്ടാണ് ഈ ആപ്പിന്റെ പർപ്പസ്. അപ്പോൾ ഈ വാട്ടർ ഷെഡ് എന്ന് പേര് കിട്ടിയതിന്റെ കാരണം എന്താ? ഈ വാട്ടർ ഷെഡ് എന്താണെന്ന് വെച്ചാൽ a watershed, also called a drainage basin, is a giant land funnel. It is an area of land where all the water that falls into it, whether from rain or melting snow or streams, drains and collects into a common outlet. എന്ന് വെച്ചാൽ ഇത് ഒരു ഡിപ്രഷൻ ആണ്, ഒരു ഏരിയയിലത്തെ ഒരു ഡിപ്രഷൻ ആണ്. ഈ ഏരിയയിൽ ഉണ്ടാവുന്ന മഴ എല്ലാതും ഫ്ലോ ചെയ്തിട്ട് ഈ വാട്ടർ ഷെഡിലേക്കാണ് ചെന്ന് മുട്ടുന്നത്. അപ്പോൾ ഒരു വാട്ടർ ഷെഡ് ആണ് ആ ഏരിയയിലത്തെ വാട്ടറിനെ ഒരു പെർട്ടിക്കുലർ പോയിന്റിലേക്ക് കൊണ്ടുപോയി എത്തിക്കുന്നത്. അപ്പോൾ ഈ വാട്ടർ ഷെഡ്സ് എങ്ങനെയാണ് ഡെവലപ്പ് ആവുന്നത്, അവരിൽ എന്തൊക്കെ ചേഞ്ചസ് ആണ് ഉണ്ടാവുന്നത്, മഴ കാരണം അല്ലെങ്കിൽ വെള്ളത്തിന്റെ സ്കേർസിറ്റി കാരണം എന്തൊക്കെയാണ് ചേഞ്ചസ് ഉണ്ടാവുന്നത്, ഈ ഇൻഫർമേഷൻ അഡ്വാൻസിൽ തന്നെ ഫാർമേഴ്സിനും ലോക്കൽ ഗവൺമെന്റ്സിന്, പഞ്ചായത്തുകൾ, തെഹസിലുകൾ അവർക്ക് കൊടുക്കാനായിട്ടുള്ളതാണ് ഈ ആപ്പിന്റെ പർപ്പസ്.
അടുത്ത ന്യൂസ് ആണ് നമ്മളുടെ ദിസ് ഡേ വേഴ്സ് വേൾഡ് മെട്രോളജി ഡേ. എന്ന് വെച്ചാൽ എന്ത്? മെട്രോളജി ഇസ് ദി സയൻസ് ഓഫ് മെഷർമെന്റ്. നമ്മളുടെ ടെക്നോളജിയുടെ ബേസിസ് എന്താണ്? നമ്മൾ ഇന്ന് യൂസ് ചെയ്യുന്ന എന്ത് ടെക്നോളജി ആണെങ്കിലും അതിന്റെ ബേസിസ് എന്താണ്? വി ഹാവ് ടു മെഷർ തിങ്സ് വെരി ആക്യുറേറ്റ്ലി. നമ്മളുടെ മെഷർമെന്റ്സ് ആക്യുറേറ്റ് അല്ലെങ്കിൽ നമ്മൾക്ക് ഇലക്ട്രോണിക്സോ അല്ലെങ്കിൽ ഒരു തരം ടൂൾ അല്ലെങ്കിൽ ഒരു തരം ഡിവൈസ് നമ്മൾക്ക് ശരിക്ക് പ്രോപ്പർലി മാനുഫാക്ചർ ചെയ്യാൻ പറ്റില്ല. നമ്മൾക്ക് ഒരു സയന്റിഫിക് ഒബ്സർവേഷൻ ആക്യുറേറ്റ്ലി ചെയ്യാൻ പറ്റില്ല. നമുക്ക് ടെക്നോളജികൾ ഡെവലപ്പ് ചെയ്യാൻ പറ്റില്ല. അതിന്റെ ഒക്കെ ഒരു അടിത്തറയാണ് നമ്മളുടെ മെഷർമെന്റ് അബിലിറ്റി. നമ്മൾക്ക് എത്ര ആക്യുറേറ്റ്ലി ആണ് ഒരു കാര്യം മെഷർ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഇത് വേൾഡ് മെട്രോളജി ഡേ ആയതിന്റെ കാരണം എന്താണ്? ഇന്നത്തെ ദിവസം കാരണം എന്താണെന്ന് വെച്ചാൽ ഇറ്റ് കമ്മമറേറ്റ്സ് ദി സൈനിങ് ഓഫ് ദി മീറ്റർ കൺവെൻഷൻ ഇൻ 1875. നിങ്ങളെല്ലാവരും സ്കൂളിൽ പഠിച്ചിട്ടുണ്ടാവും ദ സിസ്റ്റമ ഇന്റർനാഷണൽ ഓഫ് യൂണിറ്റ്സ് എന്ന് വെച്ചാൽ നമ്മളുടെ കിലോഗ്രാം, മീറ്റർ, സെക്കൻഡ് ഇവരുടെ ഒക്കെ ഡെഫിനിഷൻസ് നമ്മൾ ഡെവലപ്പ് ചെയ്തത് എന്നാണ് 1875 നമ്മൾ ഒരു പ്രോപ്പർ ആയിട്ടുള്ള സിസ്റ്റം ക്രിയേറ്റ് ചെയ്തത്. അതിന് മുമ്പ് എന്താണെന്ന് വെച്ചാൽ ഡിഫറെന്റ് കൺട്രികൾക്ക് ഡിഫറെന്റ് സിസ്റ്റംസ് ആയിരുന്നു. ഒരു കൺട്രിയുടെ ഉള്ളിൽ തന്നെ ഡിഫറെന്റ് ടൗൺസിൽ വില്ലേജസിൽ ഡിഫറെന്റ് സിസ്റ്റംസ് ആയിരുന്നു. അത് കാരണം ട്രേഡ് ഡിഫിക്കൽട്ട് ആണ്. നമ്മൾക്ക് മാനുഫാക്ചറിങ് ആക്യുറേറ്റ്ലി ചെയ്യാൻ പറ്റില്ല. നമ്മൾക്ക് സ്റ്റാൻഡർഡൈസേഷൻ ചെയ്യാൻ പറ്റില്ല. നമ്മൾക്ക് സയന്റിഫിക് ഒബ്സർവേഷൻസ് നന്നായിട്ട് ചെയ്യാൻ പറ്റില്ല. കാരണം ഡിഫറെന്റ് സയന്റിസ്റ്റ് ഡിഫറെന്റ് മെഷർമെന്റ് ടെക്നിക്ക് യൂസ് ചെയ്യുകയാണെങ്കിൽ, ഡിഫറെന്റ് യൂണിറ്റ്സ് യൂസ് ചെയ്യുകയാണെങ്കിൽ അത് പരസ്പരം ഇന്റർചേഞ്ച് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കുറെ പ്രശ്നങ്ങൾ ഉണ്ടാവും. അപ്പോൾ ഒരു യൂണിഫൈഡ് സിസ്റ്റം നമ്മൾ ഡെവലപ്പ് ചെയ്ത് തുടങ്ങിയത് എപ്പോഴാണ്? 1875. അപ്പോഴാണ് നമ്മൾ മീറ്റർ കൺവെൻഷൻ ഈ ദിവസം നമ്മൾ സൈൻ ചെയ്യണത്. കുറെ ഗവൺമെന്റ്സ് വന്നിട്ട് ഫ്രാൻസിൽ ഈ അഗ്രിമെന്റ് സൈൻ ചെയ്തത്. അത് കാരണം നമ്മൾ ഇതിനെ വേൾഡ് മെട്രോളജി ഡേ എന്ന് പേര് കൊടുത്തത്. പക്ഷെ ഇതിന് നമുക്ക് ഇപ്പോൾ നമുക്ക് റെലവൻസ് ഉള്ളതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു ഈ മാപ്പ് പോർട്ടൽ ആണ് ഇപ്പോൾ ഗവൺമെന്റ് സ്റ്റാർട്ട് ചെയ്ത് തുറക്കുന്നത്. അതിന്റെ പർപ്പസ് എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ നമ്മളുടെ ഗവൺമെന്റ് യൂസ് ചെയ്യുന്ന ഡിഫറെന്റ് മെഷർമെന്റ് സ്റ്റാൻഡേർഡ്സ്, അത് വെയിറ്റിന് വേണ്ടിയിട്ടാവാം, അത് കറണ്ടിന് വേണ്ടിയിട്ടാവാം, ലെങ്ത്തിന് വേണ്ടിയിട്ടാവാം, ഏത് ഫിസിക്കൽ ക്വാണ്ടിറ്റി മെഷർ ചെയ്യാനായിട്ട് നമ്മളുടെ ഗവൺമെന്റ് യൂസ് ചെയ്യുന്ന സ്റ്റാൻഡേർഡ്സിന്റെ ഇൻഫർമേഷനും അതിന്റെ റിക്വയർമെന്റ്സ് എന്താണെന്നും ഇത് എളുപ്പത്തിൽ നമ്മളുടെ വെൻഡേഴ്സ് അല്ലെങ്കിൽ മാനുഫാക്ചറേഴ്സിലേക്ക് എത്തിക്കാനായിട്ടാണ് നമ്മളുടെ പർപ്പസ്. എന്ന് വെച്ചാൽ നിങ്ങളൊരു ഫാക്ടറി സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളൊരു അഗ്രി ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വെയ്റ്റ്സ് നിങ്ങൾ എന്ത് തരമാണ് യൂസ് ചെയ്യാൻ പോകുന്നത്, അതിന്റെ റിക്വയർമെന്റ്സ് എന്തൊക്കെയാണ്, ഈ കാര്യങ്ങളുടെ ഇൻഫർമേഷൻ എളുപ്പത്തിൽ എത്താൻ പറ്റുന്ന ഒരു വഴിയിലാണ് നമ്മളിപ്പോൾ ഈ പോർട്ടൽ ഡെവലപ്പ് ചെയ്ത് നോക്കുന്നത്. അപ്പോൾ അത് കാരണം കംപ്ലയൻസ് നമ്മൾക്ക് കുറച്ചുകൂടി എളുപ്പമാവും. എന്ന് വെച്ചാൽ ഒരു കമ്പനിക്ക് ഈ പോർട്ടലിൽ നിന്ന് അറിയാൻ പറ്റും അവർ എന്ത് തരം വെയിറ്റ്സ് ആണ് യൂസ് ചെയ്യേണ്ടത്, അവരുടെ മെഷർമെന്റ്സ് അവർ എങ്ങനെയാണ് ചെയ്യേണ്ടത്, ഈ ഇൻഫർമേഷൻ ഒരു സിംഗിൾ സ്ഥലത്ത് നിന്ന് ക്ലിയർ ആയിട്ട് അവർക്ക് കിട്ടും. അപ്പോൾ ഇതുകൊണ്ട് കൊമേഴ്ഷ്യൽ ആക്ടിവിറ്റീസിൽ നമ്മൾക്ക് ഹെൽപ്പ് കിട്ടും. വൺ നേഷൻ വൺ ടൈം ആണ് വേറൊരു ഇനിഷ്യേറ്റീവ്. എന്ന് വെച്ചാൽ ഫുൾ ഓൾ ഓവർ ഇന്ത്യ ഒരു സിംഗിൾ വളരെ വളരെ ആക്യുറേറ്റ് ആയിട്ടുള്ള പ്രിസൈസ് ആയിട്ടുള്ള ഒരു ടൈം കീപ്പിംഗ് ഫ്രെയിംവർക്ക് ആണ് നമ്മളിപ്പോൾ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഫോർ എക്സാമ്പിൾ US ഒരു റേഡിയോ സിഗ്നൽ ഉണ്ട്. ആ റേഡിയോ സിഗ്നലിൽ അറ്റോമിക് ക്ലോക്സ് യൂസ് ചെയ്തിട്ട് വളരെ ആക്യുറേറ്റ് ആയിട്ടുള്ള ഒരു ടൈം സ്റ്റാൻഡേർഡ് ആണ് അവർ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. അപ്പോൾ US എവിടെ ആണെങ്കിലും നിങ്ങൾക്ക് ആ റേഡിയോ സിഗ്നൽ കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് US എക്സാക്ട് ടൈം നിങ്ങൾക്ക് ആ സിഗ്നലിൽ നിന്ന് എടുക്കാൻ പറ്റും. അപ്പോൾ ഒരു സിമിലർ സിസ്റ്റമാണ് ഇപ്പോൾ ഇന്ത്യയിൽ ഡെവലപ്പ് ചെയ്യുന്നത്. ഫുൾ കൺട്രിക്ക് ആയിട്ടുള്ള ഒരു സിംഗിൾ വളരെ പ്രിസൈസ് ആയിട്ടുള്ള ടൈം സ്റ്റാൻഡേർഡാണ് ഇപ്പോൾ നമ്മൾ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളുടെ മൊബൈൽ നെറ്റ്വർക്സിലും ഫൈനാൻഷ്യൽ സെക്ടേഴ്സിലും ഇവിടെ ഒക്കെ ഈ ടൈം കീപ്പിങ്ങിന്റെ ആവശ്യമുണ്ട്. കാരണം ടൈം ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഓപ്പറേഷൻസിലൊക്കെ ആക്യുറേറ്റ് ടൈമിന്റെ ആവശ്യമുണ്ട്. അതിനത് ഹെൽപ്പ് ചെയ്യും. So thank you for joining me and I'll see you tomorrow.